നമ്മുടെ ഓൺലൈൻ അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറി ഉള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. എന്താ കണ്ടോ, അതായത് പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ആൽഫബറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അനിമൽസ് ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള മാത്സിലാണെങ്കിൽ ട്രയാങ്കിൾ, സർക്കിൾ, അങ്ങനത്തെ ഷേപ്സ്, നമ്പേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ പ്രൊഡക്റ്റായിരുന്നു നമ്മൾ ഫ്ലാഷ് കാർഡ് റീഡർ കൊണ്ടുവന്നത് അല്ലേ. ഇപ്പോൾ അതിൻ്റെ തന്നെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതിനേക്കാളും കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാമേ. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ബോക്സിൽ കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോക്സിൽ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. വിത്തൗട്ട് ഷിപ്പിംഗ് ചാർജ് ആണ് നമ്മുടെ ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. 836 ആണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ടാവും, ഫുൾ ചാർജ് ആയുള്ള ഇൻഡിക്കേഷൻ ഉണ്ടാവും, വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഉണ്ടാവും, അതുപോലെ തന്നെ ചാർജിങ്ങിനുള്ള പോർട്ട്. നമ്മൾ നോർമലി നമ്മുടെ മൊബൈലിൻ്റെ സി പോർട്ട് തന്നെ, അതായത് നോർമലി യൂസ് ചെയ്യുന്ന സി ടൈപ്പ് ചാർജിങ് തന്നെയാണ്, കേബിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഓൺ ഓഫ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ലൈറ്റുള്ള ഇൻഡിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇനി നമ്മൾ നോർമലായിട്ട് നമ്മൾ സാധാരണ കാർഡ് ഇൻസേർട്ട് ചെയ്യുന്ന പോലെ തന്നെ കണ്ടോ, ഇതിൽ ഇത്രയും കാർഡ്സ് ഉണ്ടാവും. കാണിച്ചു തരാം കേട്ടോ. ഇത്രയും കാർഡ്സ് ഇതിനകത്ത് ഉണ്ടാവും. അതിലൊരു കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാനുള്ളതാണ്. ഇതിൽ ഓരോ ബട്ടൺസും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാനുള്ള കാർഡാണ് കേട്ടോ. നെക്സ്റ്റ് കാർഡ് മുതലാണ് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് വരിക. ഫസ്റ്റ് ഇപ്പോൾ ഇത് ഡോഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോഗ് എന്നുള്ള ഇതിൽ ഇൻസേർട്ട് ചെയ്യാണ് കണ്ടോ. അപ്പോൾ അതിൻ്റെ ആ പേരും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കണ്ടോ. നെക്സ്റ്റ് അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അതിൻ്റെ സൗണ്ടും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുള്ള എല്ലാ ഐറ്റംസും. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വേറൊരു പ്രൊഡക്റ്റ്, അടുത്ത ആനിമൽ ഉണ്ടാവേ കണ്ടോ. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും, അതായത് ഇതിലുള്ള ഒരുപാട് പ്രൊഡക്ട്സ് വരുന്നുണ്ട് കണ്ടോ. ഇതിൽ ആനിമൽസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വെഹിക്കിൾസ് വരുന്നുണ്ട് കണ്ടോ. ഓരോ പ്രോഡക്ട്സ് വരുന്നുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുണ്ട്, ബേസിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഐഡിയ കൊടുക്കാനുള്ള എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ ലെറ്റേഴ്സ് വരുന്നുണ്ട് കണ്ടോ. ഈ ലെറ്റേഴ്സ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷനും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് അവർ പ്രൊനൗൺസ് ചെയ്തും കണ്ടോ. ആപ്രിക്കോട്ട്, ഗുവ, ഇതിൻ്റെ ഈ എല്ലാത്തിനും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ അത്ലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ. A job. Spell with me. A-C-H-L-E-T-E. Athlete. ഒരു ഇൻട്രാക്റ്റീവ് മോഡ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് അവർ കുറച്ച് കൂടുതൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മുടെ ഡിജിറ്റൽ ടൈം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കുഞ്ഞുങ്ങളുടെ കണ്ണിന് ആ ഒരു ടൈമിൽ വരുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇല്ലേ, അതായത് കൂടുതൽ ടൈമിൽ മൊബൈലോ അതുപോലെ തന്നെ ലാപ്ടോപ്പോ ഫോണോ ടി വി ഒക്കെ അവർക്ക് കൊടുക്കുന്നതിന് നമുക്ക് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൗണ്ടും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കുറച്ച് കൂടുതൽ ടൈം അതിലേക്ക്